ഗൈസ്, ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കണ്ടന്റ് വയലേഷൻ്റെ പേരിൽ എൻ്റെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ റിമൂവ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടു. അബ മൂവീസ്, മാത്യു എബ്രഹാം സാറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ള അബ മൂവീസിൻ്റെ ഇടപെടൽ കാരണം അവർ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണ് ആ 2 പോസ്റ്റുകളും റിമൂവ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആ പോസ്റ്റിനകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാഡ് ബോയ്സ് മൂവി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൽ സ്ത്രീവിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഡയലോഗ്സ് ഉണ്ട്, ദ്വയാർത്ഥമുണ്ട്, വൾഗറായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാരണത്താലാണ് അവരത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും കണ്ടന്റ് വയലേഷൻ്റെ പേരിൽ റിമൂവ് ചെയ്തിരിക്കുന്നതും. അപ്പം ഇതിൽ എനിക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമ കണ്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം പറയുന്നു. അത് പറയാൻ വേണ്ടി നമ്മളൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ അഭിപ്രായം അവിടെ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് അബ മൂവീസ് ആണ്. അവിടെയാണ് എനിക്ക് പ്രശ്നം വരുന്നത്. എൻ്റെ അഭിപ്രായം സിനിമയെക്കുറിച്ച് നല്ലതാണെങ്കിൽ അവരവിടെ നിലനിർത്തും. അതല്ല, സിനിമയെക്കുറിച്ച് ഞാനെന്നല്ല ആര് മോശം അഭിപ്രായം പറഞ്ഞാലും ഒന്നെങ്കിൽ അവരെ തെറിവിളിക്കുക, അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തിയും തളർത്തിയും അവർക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്യുക, അതും അല്ലെങ്കിൽ ഇതുപോലെ റിപ്പോർട്ട് അടിച്ച് ഓടിച്ച് വിടുക എന്നുള്ളൊരു അജണ്ടയാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് എനിക്ക് പ്രശ്നമായിട്ട് ഇവിടെ തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ ആക്ച്വലി ഇതിനകത്ത് ഈ സിനിമയെക്കുറിച്ച് മാത്രമൊന്നല്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന 2 പോസ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നടൻ റഹ്മാനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അഭിനയത്തെ കുറിച്ചൊക്കെ എഴുതിയൊരു പോസ്റ്റ് ആയിരുന്നു. ആ പോസ്റ്റിനിടയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സിനിമയുടെ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ പൊളിറ്റിക്സിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന്. ആ പോസ്റ്റ് അവർ റിമൂവ് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ബാഡ് ബോയ്സ് മൂവിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ഒമർ ലുലു ഒരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവിൽ വന്നിട്ട് ഇദ്ദേഹം നമ്മുടെ ഉണ്ണി വ്ളോഗിനെയും ഷസാമിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ വെല്ലുവിളിക്കുന്നു. അതുപോലെ തന്നെ വളരെ ബാലിശമായ രീതിയിൽ ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നൊക്കെ ആയിട്ട് കണ്ടു. അപ്പോൾ എനിക്കിതൊരു കോമഡി ആയിട്ട് തോന്നി. ഞാൻ നേരെ അതുമായി ബന്ധപ്പെട്ടൊരു എഴുത്തെഴുതി. ആ എഴുത്താണ് രണ്ടാമത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ എഴുത്ത് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം. ഒമർ ലുലുവിന്റെ ലൈവ് കണ്ടു, ഫുൾ കോമഡി. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ ബാഡ് ബോയ്സ് പടം തിയേറ്റർ വിട്ടു പോയതിന് ആ ഉണ്ണി വ്ളോഗിന്റെയും ഷസാമിന്റെയും നെഞ്ചത്തോട്ട് വലിഞ്ഞു കയറിയിട്ടുണ്ട്. സത്യത്തിൽ പടം 5 പൈസക്കില്ല. സിനിമ റിലീസ് ചെയ്തതിന്റെ പിറ്റേന്ന് മുതൽക്ക് വിജയാഘോഷം എന്ന് പറഞ്ഞുള്ള കേക്ക് മുറിക്കലും പരിപാടിയും കണ്ടപ്പോൾ ഞാൻ കരുതി പടം 8 നിലയിൽ പൊട്ടിയെന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവർ വളരെ പതുക്കെയാണെങ്കിലും എങ്ങനെയും ഒക്കെ നടന്നു കയറിക്കൊള്ളുമെന്ന്. എവിടെ? ഇതിപ്പം പടം തിയേറ്റർ വിട്ടു പോയിട്ട് പോലും തൻ്റെ ആ പടം തല്ലിപ്പൊളിയായിരുന്നു എന്നുള്ള റിയാലിറ്റിയിലേക്ക് ഒമർ ലുലു ഇതുവരേക്കും എത്തിയിട്ടില്ല. പാവം. എനിവേ, ആ ലൈവ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. സിനിമയുടെ ഇന്റർവെല്ലിനെ ഇറങ്ങി ഓടാൻ തോന്നി എന്ന് പറഞ്ഞ ഉണ്ണി വ്ളോഗിനോടുള്ള പ്രതിഷേധം, ഷസാമിന്റെ മുഖഭാവത്തോടുള്ള പുച്ഛം, അതും കഴിഞ്ഞാൽ ഷസാമിന്റെ ആണത്വത്തോടുള്ള വെല്ലുവിളി, അങ്ങനെ എന്തൊക്കെയോ ഏതാണ്ടൊക്കെയോ നടക്കുന്നുണ്ട് അതിനകത്ത്. അതൊക്കെ പോട്ടേന്ന് വെക്കാം. ബട്ട് ഒമറിക്ക തന്റെ സ്വന്തം സിനിമ താരതമ്യം ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത് ദൃശ്യം, കഥ പറയുമ്പോൾ തുടങ്ങിയ സിനിമകളൊക്കെ ആയിട്ടാണ്. അത് മാത്രം എനിക്ക് സഹിച്ചില്ല. എന്തൊക്കെയായാലും ദാറ്റ് തൊലിക്കട്ടി അപാരം. വൈദിവൈ, കാമ്പില്ലാത്ത കഥ, കഴമ്പില്ലാത്ത തിരക്കഥ, അതിനുള്ളിലായി ബോഡി ഷെയ്മിങ്, സ്ത്രീ വിരുദ്ധത, മനുഷ്യത്വ വിരുദ്ധത, ദ്വയാർത്ഥം എന്നൊക്കെ പറഞ്ഞ് സകലതും കുത്തിനിറച്ച് ബാഡ് ബോയ്സ് എന്ന പേരുമിട്ട് പുറത്തിറക്കിയ ആ സാധനം തല്ലിപ്പൊളിയാണെന്നും സംവിധാനം തനിക്ക് പറ്റിയ പണിയല്ലെന്നും അയാൾ എന്ന് മനസ്സിലാക്കാനാണോ എന്തോ. ഇതാണ് പോസ്റ്റ്. ഒമർ ലുലു അദ്ദേഹത്തിന്റെ സിനിമയെ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ദൃശ്യം, കഥ പറയുമ്പോൾ പോലുള്ള സിനിമകളായിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ളത്. തൻ്റെ സിനിമയുടെ ക്വാളിറ്റി എന്താണെന്നും തൻ്റെ സിനിമയുടെ നിലവാരമില്ലായ്മ എന്തൊക്കെയാണെന്നും ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളത് തുറന്നെഴുതുന്ന സമയത്ത് അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്യാണ് ഇവർ. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള പ്ലാറ്റ്ഫോമിനെ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ഇവരുടെ അഭിപ്രായങ്ങൾ, ഇവർ ആഗ്രഹിക്കുന്ന അഭിപ്രായങ്ങൾ മാത്രം ഇവിടെ നിന്നാൽ മതി, നിലനിന്നാൽ മതി എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നിടത്തൊരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് അബ മൂവീസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ. എന്തൊക്കെയായാലും നിങ്ങൾ കണ്ടന്റ് വയലേഷൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തൊക്കെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം ഞങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിന് എന്തായാലും നിങ്ങൾ ഈ സിനിമ എന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കുന്ന ഈ ഒരു സാധനമില്ലേ, ഈ സ്ത്രീ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഡയലോഗ്സ് ഒക്കെ കുത്തി നിറച്ച് നിങ്ങൾ ഇറക്കുന്ന ആ ഒരു സാധനത്തിന്റെ അത്രയും ഭീകരത ഞങ്ങൾ കൊടുക്കുന്ന കണ്ടന്റിനൊന്നും വരുന്നില്ല. അത്രയും വയലേഷനൊന്നും ഒരിക്കലും ഞങ്ങളുടെ കണ്ടന്റിന് വരുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു മൂല്യബോധം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ സിനിമയും ചെയ്യില്ലായിരുന്നു, ഈ പോസ്റ്റും നിങ്ങൾ റിമൂവ് ചെയ്യാൻ വരില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് സിനിമ ബിസിനസ്സാണ്, അതിനപ്പുറത്തേക്ക് നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഈ ഒരു പോസ്റ്റ് റിമൂവ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇച്ചിരി മൂല്യബോധങ്ങളൊക്കെ നിങ്ങൾ നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഈ പറയുന്ന ഒരു സംഭവത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റും. ആ മറ്റുള്ളവരുടെ സ്പേസിനെ കുറച്ചും കൂടി അംഗീകരിക്കാനും നിങ്ങൾക്ക് പറ്റും.